ബിന നാട്ടുകാരോട് വളരെ വിശദമായി സംസാരിച്ചിരുന്നു. കാലങ്ങളായി അവർ ഉയർത്തുന്നൊരു പ്രശ്നമാണ് ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട്. അതിൽ തന്നെ ഫെൻസിംഗ് എന്നുള്ളതായിരുന്നു പ്രധാനമായി ഉയർന്നു വന്നൊരു നിർദ്ദേശം. അത് ആ ജനരോഷത്തെ തണുപ്പിക്കാൻ അതിൻ്റെ ഒരു ഉദ്ഘാടനം നടന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊരു നടപടികളും ഉണ്ടായില്ല എന്ന വിമർശനം ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാർ കടുപ്പിക്കുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത്? വനംവകുപ്പ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? ശ്രീജിത്ത്, ഫെൻസിങ് സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കരാറൊക്കെ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആളുകളെ സംബന്ധിച്ച് കൂടുതൽ പ്രതിഷേധത്തിന് വകവയ്ക്കുന്നത്. കാരണം ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ വനഭൂമിയിൽ നിന്നാണ് ഈ പനമരം ആന മറച്ചിട്ട് വിദ്യാർത്ഥി മരിക്കാനിടയായതെങ്കിൽ പോലും ഈ ഫെൻസിങ് സ്ഥാപിക്കുന്നത് പ്രത്യേകിച്ച് ഈ കർഷകരുടെ ഭൂമിയിലും അതുപോലെ തന്നെ റവന്യൂ ഭൂമിയിലൊക്കെയാണ്. എന്നാൽ ഈ കാട്ടിൽ നിന്ന് ഈ റോഡരികിലേക്കൊക്കെ ആന ഇറങ്ങി വരാതിരിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കൂടി ഒരുക്കണമെന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നഗരംപാറ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ ചെറിയൊരു പ്രതിഷേധ യോഗമൊക്കെ കൂടുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രദേശവാസികൾ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നിരന്തരമായി ഈ ആവശ്യം ഉന്നയിക്കുന്നതാണ്. കരാറായി ടെൻഡർ എല്ലാമായെന്ന് ഈ ജനപ്രതിനിധികളടക്കം പറയുമ്പോൾ പോലും ഇത് അടിയന്തരമായി നടത്തേണ്ട കാര്യമാണ്. ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നടത്തുന്നില്ല. ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഇത് എത്രയും വേഗം സ്ഥാപിക്കുമെന്ന് പറയുന്നതല്ലാതെ അതിനുള്ള നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വനമേഖലയോട് ചേർന്നും ഈ ഫെൻസിങ് സ്ഥാപിക്കാനുള്ള ഒരു അനുമതി ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് പറയുന്നു. പ്രത്യേകിച്ച് കൃഷിഭൂമിയിലും റവന്യൂ ഭൂമിയിലും മാത്രമല്ല, വനംവകുപ്പിൻ്റെ ഏരിയയിലും പ്രത്യേകിച്ച് ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രദേശത്തൊക്കെ ഈ ഫെൻസിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. ഏതായാലും 11 മണിക്ക് ശേഷം ഇവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകും ഈ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഈ പ്രദേശവാസികളുടെ വലിയൊരു ആവശ്യമാണ് ഈ ഫെൻസിങ്ങും അതുപോലെ തന്നെ അവർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ളത്. ആ സംവിധാനത്തിലേക്ക് കൃത്യമായി എത്താതെ അതിലല്ലെങ്കിൽ ഫെൻസിങ് ഉടനടി സ്ഥാപിക്കാതെ ഈ പ്രതിഷേധങ്ങൾ അവസാനിക്കില്ല എന്നത് തന്നെയാണ് ആളുകൾ പറയുന്നത്. ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. റിജിത്ത്.